2026 ഞങ്ങളുടെ രാജസ്ഥാൻ പ്രോഗ്രാം ഒരുപാട് നാളത്തൊരു ആഗ്രഹമായിരുന്നു. ഔട്ട് ഓഫ് കേരള പ്രോഗ്രാം ഒരുപാട് പ്രോഗ്രാം പുറത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ കേരളത്തിൽ തന്നെയായിരുന്നു പ്രോഗ്രാംസൊക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിലിട്ട് സ്റ്റേഷനിലെത്തി. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ട്രെയിനിൽ കയറിയിട്ട് എല്ലാവരും കൂടി പാട്ടും, ഞങ്ങളുടെ കൂടെ തീവ്ര ബാൻഡ് മാജിക് ചെയ്യും നമ്മുടെ പ്രവീൺ, കാർത്തിക്, അങ്ങനെ ഒരുപാട് നല്ല കലാകാരന്മാരോടൊപ്പം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടി. ട്രെയിൻ യാത്ര എങ്ങനെയാണല്ലോ, അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാ ആളുകളായിട്ട് നമ്മൾ സൗഹൃദങ്ങളുണ്ടാവും, സന്തോഷങ്ങൾ പങ്കുവയ്ക്കും. യാത്രകളിലെ സൗഹൃദങ്ങൾ നമുക്ക് വളരെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങളാണ്. ഒരുപാട് നാളത്തെ സൗഹൃദങ്ങളായിട്ടും നമുക്ക് തോന്നും. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയാണ്. നമ്മുടെ കൂടെ നമ്മുടെ DJ ബോയ്സ് അവരും നന്നായിട്ട് എല്ലാവരുടെ കൂടെയും നന്നായിട്ട് ജോയിൻ ചെയ്തു. ഞങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാപ്പിയും ചായയായിട്ടൊക്കെ വരുന്ന ഭായിമാരും നല്ല രസമായിരുന്നു. ഞങ്ങളങ്ങനെ രാജസ്ഥാനിലെത്തി. രാജസ്ഥാൻ ജയ്പൂരിലായിരുന്നു. ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അവിടെ നല്ല വലിയൊരു വണ്ടി വന്നു. അവിടുത്തെ സാർമാരെല്ലാവരും ഞങ്ങൾ നല്ല നല്ല ഹാപ്പിയോട് കൂടി ഇൻവൈറ്റ് ചെയ്തത്. പിന്നെ പറയണ്ടല്ലോ, കൂടെ എല്ലാവരും നല്ല വൈബുള്ള ചേട്ടന്മാരും നമ്മുടെ പിള്ളേരുമാണല്ലോ. നമ്മളെ കൊടുങ്ങല്ലൂരും എറണാകുളവും പട്ടാമ്പിയും കോഴിക്കോടൊക്കെ കൂടിയപ്പോൾ അടിച്ച് പൊളിച്ചു. ഞങ്ങളവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. ജയ്പൂരിലെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റുകളായിരുന്നു ഞങ്ങൾക്ക് അവർ കഴിച്ച് വെച്ചത്. ഒരുപാട് സന്തോഷം തോന്നി. എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ജസ്റ്റ് ഞാനും എൻ്റെ കൂടെയുള്ള കുട്ടിയും കൂടി ഓട്ടോ പിടിച്ച്, അറിയുന്ന ഹിന്ദിയൊക്കെ പറഞ്ഞ് ഓട്ടോ പിടിച്ച് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നമ്മുടെ കൂടെ രമ്യ നമ്പീഷനുണ്ടായിരുന്നു പ്രോഗ്രാം ചെയ്യാനായിട്ട്. അവിടുത്തെ ഹോട്ടലിലെ കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള രാജസ്ഥാനി പിക്സുകളൊക്കെ നല്ല അടിപൊളി പിക്സാണ്. കാണാനും നമുക്ക് കണ്ട് നിൽക്കാൻ പറ്റുന്ന പിക്ചേഴ്സുകളും ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങളായി അവിടെ. അങ്ങനെ ഞങ്ങൾ ഒരു 3 മണിയോട് കൂടിയാണ് ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അവിടെ ചെന്ന് ബിർള എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ആയിരുന്നു. അതും രാജസ്ഥാനിയുടെ ആ ഒരു രാജസ്ഥാനി ടച്ച് തോന്നുന്ന ഒരു വലിയൊരു ഓഡിറ്റോറിയം ആയിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ ചെയ്തു. അവിടെ അവർ സ്റ്റേജിൻ്റെ സൗണ്ടും എല്ലാം ചെക്ക് ചെയ്യലും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാമിനെ കുറിച്ച് പറയണ്ടല്ലോ.